നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം 150 കോടിയുടെ കുഴൽപ്പണവും അതുപോലെ തന്നെ 150 കിലോ സ്വർണവും മലപ്പുറത്ത് എയർപോർട്ടിലൂടെ ഒഴുകുന്നു. ആ പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന നമ്മൾ ആരും ചിന്തിക്കാത്ത സ്റ്റേറ്റ്മെന്റാണ്. അങ്ങനെ ഈ സമൂഹത്തെ മുഴുവൻ, ഈ ജില്ലയെ മുഴുവൻ വഞ്ചിച്ചവനാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി. ആ വിഷയം ഏറ്റെടുക്കുന്നത് ഹിന്ദു പത്രത്തിന് അദ്ദേഹം കൊടുത്ത ആ ഇന്റർവ്യൂ ഏറ്റെടുക്കുന്നത് PV അൻവറാണ്. ഇന്നലെ UDFന്റെ യോഗത്തിൽ ബഹുമാനപ്പെട്ട KC ആ വിഷയം ഉന്നയിക്കുന്നത് ഞാൻ കണ്ടു. ഹിന്ദു പത്രം ആ ഇറങ്ങിയ ദിവസം കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ മാമി തിരോധന കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത ആയിരങ്ങൾ പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ അന്ന് രാവിലെയാണ് ഈ പത്രം ഇറങ്ങുന്നത്. ആരും കാണാതെ ഒളിച്ച് കടത്താൻ ശ്രമിച്ച കേരളത്തിൽ ഇറങ്ങിയ ഹിന്ദു പത്രങ്ങൾ മുഴുവൻ CPMന്റെ പ്രവർത്തകർ നേരം പുലരുന്നതിന് മുമ്പ് പർച്ചേസ് ചെയ്ത ദിവസമായിരുന്നു. ഒരാളും ഈ വാർത്ത അറിഞ്ഞിട്ടില്ല. അന്ന് ആ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു ജില്ലയാകെ, ഒരു സമൂഹത്തെയാകെ ഇതാ മുഖ്യമന്ത്രി വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തിരിക്കുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം? അദ്ദേഹത്തിന് എന്താ കേരളത്തിലെ മലയാള പത്രക്കാരോട് പറയാതെ പോയത്? ഡൽഹിയിൽ പോയി ഹിന്ദുവിന് പറയുമ്പം ഇന്ത്യ ഒട്ടാകെ ആ വാർത്ത വരും. അപ്പൊ മലപ്പുറം ജില്ല എന്തുകൊണ്ട് ഇങ്ങനെ? എന്താ കാരണം? അവിടെ ഭൂരിപക്ഷ മുസ്ലിം സമുദായമാണ്. ആ സമുദായമാണ് ഈ കള്ളക്കടത്തിന്റെ എല്ലാം പിന്നിൽ. അവരാണ് ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ പിന്നിൽ. BJPക്ക് ഒരു ആയുധം ഉണ്ടാക്കി കൊടുക്കുക എന്ന കരാറിന്റെ ബാക്കി പത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഡൽഹിയിൽ പോയിട്ട് ഈ പത്രസമ്മേളനം നടത്തിയത്. കേരളം ആകെ അവർ നെറ്റ്വർക്ക് സെറ്റ് ചെയ്തു. ഹിന്ദു പത്രം ഒരു ബസ് സ്റ്റാൻഡിലും ഒരു സ്ഥലത്തും ഒന്നാകെ വാങ്ങിക്കളയണം. അങ്ങനെ വാർത്ത മുക്കിക്കളഞ്ഞിരുന്നു. നിങ്ങൾ ആരും അതറിഞ്ഞില്ല. പക്ഷേ അന്ന് വൈകുന്നേരം നടത്തിയ പൊതുസമ്മേളനത്തിൽ, കോഴിക്കോട് വെച്ച് നടത്തിയ പൊതുസമ്മേളനത്തിൽ സംഘത്തിന്റെ കേന്ദ്രം ആരോടാ പറയുന്നത്? ഹിന്ദു ന്യൂസ് പേപ്പറിനോട്. എന്താ മാതൃഭൂമിയും മനോരമയും കേരളത്തിലെ മറ്റു പത്രങ്ങളോട് പറയാത്തത്? ഈ വാർത്ത എങ്ങോട്ടാ പോകുന്നത്? നേരെ ഡൽഹിയിലേക്ക്. ഇതിൽ പറയുന്ന കണക്കുകൾ, മലപ്പുറം ജില്ലയിൽ നിന്ന് 150ഓളം സ്വർണ്ണ കേസുകൾ പിടിച്ചു. എങ്ങനെയാ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചത്? ഈ എയർപോർട്ട് നിൽക്കുന്നത് എവിടെയാ? അടിച്ചേൽപ്പിക്കുക ഒരു സമുദായത്തെ. പക്ഷെ ഈ പോക്കുണ്ടല്ലോ, വളരെ അപകടകരമായ പോക്കാ. അപ്പോ എന്തായാലും UDF നേതൃത്വം ആ വിഷയം ഏറ്റെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വോട്ടർമാരും ജനങ്ങളുമാണ് നിലമ്പൂരിലുള്ളത്. ഇദ്ദേഹത്തിന്റെ വഞ്ചന 2021 തെരഞ്ഞെടുപ്പിൽ ആദ്യമായി, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗവൺമെന്റ് രണ്ടാം വട്ടവും അധികാരത്തിൽ വരിക. എങ്ങനെ അധികാരത്തിൽ വന്നത്? ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ മുഴുവൻ RSSന്റെയും BJPയുടെയും ഭയത്തിൽ അവർക്ക് പിന്തുണ നൽകി. നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. ആ സംരക്ഷണ ബോധ്യത്തിലാണ് അന്ന് വീണ്ടും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. ന്യൂനപക്ഷങ്ങളും കേരളത്തിലെ മതേതരവാദികളും ഒന്നും ആലോചിക്കാതെ അന്ന് പിണറായിക്ക് പിന്തുണ നൽകി. അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നത്. അന്ന് നൽകിയിരുന്ന വാക്കുകളൊന്നും പാലിക്കപ്പെട്ടില്ല. CRCയും NRCയുമായി ബന്ധപ്പെട്ടിട്ട് എടുത്ത കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. അതാണ് രണ്ടാമത്തെ വഞ്ചനയുടെ കഥ. പിന്നെ ക്രൈസ്തവ സമുദായത്തിനോട് മുനമ്പം വിഷയം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു. ആരാ മുനമ്പം വിഷയം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്? ആ സമുദായത്തെ ആകെ വഞ്ചിച്ചാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ഇരിക്കുന്നത്. വഞ്ചന നടത്തിയത് ക്രൈസ്തവ സമുദായത്തോടും മുനമ്പത്തെ മനുഷ്യരോടും അല്ലേ? എത്രയോ കാലങ്ങളായി പണം കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ വീട് വെച്ച് ജീവിക്കുകയാണ്. ആ ഭൂമി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ നേതാക്കന്മാരും, മുസ്ലിം ലീഗ് അടക്കം, ആവർത്തിച്ച് ഗവൺമെന്റിനോടും സാമുദായിക നേതാക്കളോടും ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളോടൊപ്പമാണ്. പണം കൊടുത്തു വാങ്ങിയ ഫറൂഖ് കോളേജ് ചെയ്ത ആ വീഴ്ചക്ക് ഞങ്ങളുടെ സമുദായം ഉത്തരവാദിയല്ല. അവരെ ഇറക്കി വിടരുത്. അവരുടെ കുടിക്കടാവകാശവും അവരുടെ നികുതിയും എടുക്കണം എന്ന് പറഞ്ഞില്ലേ? ആരാ വഞ്ചന നടത്തുന്നത്? ഇപ്പോഴും ആ സ്റ്റാൻഡിൽ ഗവൺമെന്റ് വിചാരിച്ചാൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് വിചാരിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും.
കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ആ വിഷയത്തിൽ 99.9% അതാണ്. വിശ്വാസി സമൂഹം എന്താ? ഇസ്ലാമിൻ്റെ അടിവരയിട്ട് പറയുന്നത് എന്താ? ദൈവം പരിശുദ്ധനാണ്, പരിശുദ്ധമല്ലാത്തതൊന്നും ദൈവം സ്വീകരിക്കുകയില്ല. നമ്മൾ കള്ളു കച്ചവടം നടത്തിയും കഞ്ചാവ് വിറ്റും ഈ പറയുന്ന ആളുകളെ പറ്റിച്ചുമുള്ള പണം ദൈവത്തിൻ്റെ പേരിൽ നൽകിയാൽ ദൈവം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ആ മുനമ്പത്തെ അവിടെ ജീവിക്കുന്ന ക്രൈസ്തവരുടെ കണ്ണീര് ഈ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന കൺസെപ്റ്റിന് പുറത്താണ്. അവരുടെ കണ്ണീരിനാണ് ഇസ്ലാമിൻ്റെ വില. അത് കണക്കാക്കിക്കൊണ്ടാണ് ഫറൂഖ് കോളേജ് ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ ഈ മനുഷ്യരെ ശിക്ഷിക്കരുത് എന്ന് മുസ്ലിം സമുദായങ്ങളും മുസ്ലിം ലീഗും നിലപാടെടുത്തത്. ആ 5 മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന ആ വിഷയം വാക്ക് കൊടുത്ത് ക്രൈസ്തവ സമുദായത്തെ വഞ്ചിച്ചവനാണ് ഇവിടെ നിലമ്പൂരിൽ വന്ന് PV അൻവർ വഞ്ചകനാണ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇത്. ശബരിമല എന്താ വിഷയം? എന്തിനാണ് ഇവർ ഈ മതവിഷയങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടുന്നത്?